ഹായ് ഡിയർ ഫ്രണ്ട്സ്, കൂടുതൽ വീഡിയോകൾക്ക് ഷാഫീസ് ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തൂ. Hi students, welcome to Shafi's Teacher Educator. Today we are going to deal with atypical mycobacteria. So കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നമ്മൾ mycobacterial species, അതായത് Mycobacterium tuberculosis and Mycobacterium leprae, അതായത് tuberculosis കോസ് ചെയ്യുന്ന Mycobacterium tuberculosis പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ leprosy കോസ് ചെയ്യുന്ന Mycobacterium lepraeയും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് atypical mycobacteria. സോ പേര് തന്നെയുണ്ട് atypical mycobacteria. എന്താണെന്ന് നമുക്ക് പഠിച്ചു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. മൈക്കോബാക്ടീരിയ ഒന്നും കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മൈക്കോബാക്ടീരിയ എന്ന് പറയുന്നത് ആർ എ സ്മോൾ ഫാമിലി റോഡ് ഷേപ്ഡ് ബാസിലി ദാറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 മെയിൻ ഗ്രൂപ്പ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. സോ മൈക്കോബാക്ടീരിയയെ കുറിച്ച് പറയുമ്പോൾ സ്മോൾ ഫാമിലിയാണ്, അതുപോലെ തന്നെ റോഡ് ഷേപ്ഡ് ബാസിലി ആണ്, ബാസിലസിനകത്ത് തന്നെയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയം ബിക്കോസ് നമ്മൾ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ചെയ്യുന്നത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ് ചെയ്യുക. സീൽ നീൽസൺ സ്റ്റെയിനിങ് എന്ന് പറയും ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാം സ്റ്റെയിനിങ്. നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യാറില്ല, ഇതിന് ചെയ്യുന്നത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് പഠിച്ചു വെച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, 3 മെയിൻ ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. സോ ഡയഗ്നോസിസിനും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ 3 മെയിൻ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ് ആ 3 മെയിൻ ഗ്രൂപ്പ്സ്? Mycobacterium tuberculosis complex which can cause tuberculosis. അപ്പോൾ tuberculosis കോസ് ചെയ്യുന്ന കുറച്ച് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണത്? Mycobacterium tuberculosis, Mycobacterium bovis, Mycobacterium africanum, Mycobacterium microti and Mycobacterium canetti. അപ്പോൾ ഇത്രയാണ് ഏത് കോസ് ചെയ്യുന്നത്? ട്യൂബർകുലോസിസ് കോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിനെ നമ്മൾ ഒരുമിച്ച് പറയുന്നു Mycobacterium tuberculosis complex. സെക്കൻഡ് ഗ്രൂപ്പ് നോക്കിക്കേ, Mycobacterium leprae and Mycobacterium lepromatosis. ഓക്കെ, ആ ടേമിൽ തന്നെ ഉണ്ടല്ലേ, leprae and lepromatosis. So which cause Hansen's disease, also called leprosy. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് leprosy കോസ് ചെയ്യുന്നത്. That's only because of Mycobacterium leprae and lepromatosis. അതിന് നമ്മൾ Hansen's disease എന്ന് പറയും because it is identified by the scientist Gerard Hansen. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഹാൻസൺസ് ഡിസീസ് എന്ന് നമുക്ക് അറിയപ്പെടാം. അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ലെപ്രസി. ഇനി നമ്മൾ പഠിക്കുന്നത് നോൺ ട്യൂബർകുലസ് മൈക്കോബാക്ടീരിയ ആണ്. അപ്പോൾ അതായത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് കോംപ്ലക്സിനകത്ത് വരുന്ന ഗ്രൂപ്പും മൈക്കോബാക്ടീരിയം ലെപ്രേ ആൻഡ് ലെപ്രോമാറ്റോസിസും ബാക്കി നിർത്തിയാൽ അല്ലെങ്കിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്നതെല്ലാം വരുന്നത് നോൺ ട്യൂബർകുലസ് മൈക്കോബാക്ടീരിയക്കകത്താണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാം atypical mycobacteria. Non-tuberculous mycobacteria, also known as environmental mycobacteria, atypical mycobacteria, and mycobacteria other than tuberculosis, that is MOTT. Okay, അപ്പോൾ ഈ നോൺ ട്യൂബർകുലസ് മൈക്കോബാക്ടീരിയയുടെ മറ്റ് പേരുകളാണ്. സോ ഉടനെ environmental mycobacteria. Then second one is atypical mycobacteria. സോ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നതും ഇത് തന്നെയാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിംസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. നോൺ ട്യൂബർകുലസ് മൈക്കോബാക്ടീരിയ, atypical mycobacteria and mycobacteria other than tuberculosis are mycobacteria which do not cause tuberculosis or leprosy, also known as Hansen's disease. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ട്യൂബർകുലോസിസോ ലെപ്രസിയോ കോസ് ചെയ്യുന്നില്ല. തേർഡ് ഗ്രൂപ്പ് ആണ് അല്ലെ, അതർ ദാൻ ദ ട്യൂബർകുലോസിസ് ആൻഡ് ലെപ്രസി ബാക്ടീരിയ അല്ലെ മൈക്കോബാക്ടീരിയ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്നതെല്ലാം വരുന്നതാണ് അല്ലെ നോൺ ട്യൂബർകുലസ് മൈക്കോബാക്ടീരിയ NTM-നകത്ത് അല്ലെങ്കിൽ atypical മൈക്കോബാക്ടീരിയക്കകത്ത്. NTM do cause pulmonary disease that resemble tuberculosis. പക്ഷേ ഇത് എന്ത് കോസ് ചെയ്യും? പൾമണറി ഡിസീസ് കോസ് ചെയ്യും that resemble tuberculosis. ട്യൂബർകുലോസിസ് പോലെ തന്നെയാണ് ആ ഡിസീസ് നമുക്ക് കാണാൻ കഴിയുക. പൾമണറി ഡിസീസ് നമുക്കറിയാം ട്യൂബർകുലോസിസിനകത്ത് വരും. ആസ് സെയിം അതുപോലെ തന്നെ ആയിരിക്കും ഏതിനകത്ത് വരുന്ന നോൺ ട്യൂബർകുലോസിസ് മൈക്കോബാക്ടീരിയ കോസ് ചെയ്യുന്ന എന്താണ് പൾമണറി ഡിസീസിനകത്തും വരിക. മൈക്കോബാക്ടീരിയോസിസ് ഇസ് എനി ഓഫ് ദീസ് ഇൽനസ് usually meant to exclude tuberculosis. They occur in many animals including humans. അപ്പോൾ any of this illness, mycobacteriosis എന്ന് പറയുന്ന ടേം കൊണ്ടാണ് നമ്മളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഏത് ഇൽനസ് വേണമെങ്കിലും വരാം. അതിനകത്ത് ഈ പൾമണറി ഡിസീസ് മറ്റ് ഏത് കാരണങ്ങളും വരാം. എന്തായാലും എന്താണ് യൂഷ്വലി മെന്റ് ടു എക്സ്ക്ലൂഡ് ട്യൂബർകുലോസിസ്. പക്ഷെ അതിനകത്ത് എന്ത് വരില്ല? ട്യൂബർകുലോസിസ് വരില്ല. ഏത് കോസ് ചെയ്യുന്നത്? NTM കോസ് ചെയ്യുന്നതിനകത്ത്. They occur in many animals including humans.
എന്താണ് ആനിമൽസിലാണ് ഇത് ഒക്കർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത്, ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. ഓക്കെ, ദ ലിസ്റ്റ് ഓഫ് എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയ. ഏതൊക്കെയാണ് എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയ ഗ്രൂപ്പിനകത്ത് വരുന്നത് പഠിച്ചു വെച്ചോണം. മൈക്കോബാക്ടീരിയം ഏവിയം ഇൻട്രാസെല്ലുലർ, മൈക്കോബാക്ടീരിയം കൻസാസി, മൈക്കോബാക്ടീരിയം മറൈനം, മൈക്കോബാക്ടീരിയം അൾസറൻസ്, മൈക്കോബാക്ടീരിയം കിലോണൈ, മൈക്കോബാക്ടീരിയം ഫോർട്ടിഡം, മൈക്കോബാക്ടീരിയം അബ്സസസ്. ഏതൊക്കെയാണ് ഒന്നും കൂടെ പറയുന്നു. മൈക്കോബാക്ടീരിയം ഏവിയം ഇൻട്രാസെല്ലുലർ, മൈക്കോബാക്ടീരിയം കൻസാസി, മൈക്കോബാക്ടീരിയം മറൈനം, മൈക്കോബാക്ടീരിയം അൾസറൻസ്, മൈക്കോബാക്ടീരിയം കിലോണൈ, മൈക്കോബാക്ടീരിയം ഫോർട്ടിഡം, മൈക്കോബാക്ടീരിയം അബ്സസസ്. അപ്പൊ ഇത്രയാണ് ലിസ്റ്റ് ഓഫ് എറ്റിപ്പിക്കൽ മൈക്കോബാക്ടീരിയ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതും ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, then first one, the clinical features of atypical mycobacterial infection. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. സോ മൈക്കോബാക്ടീരിയം ഏവിയം ഇൻട്രാസെല്ലുലർ, എന്താ ഇത് അറിയപ്പെടുന്നത്? ഓൾസോ നോൺ ആസ് മാക്, മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലക്സ്. അപ്പോൾ മാക് എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലക്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം കൂടെയാണ്. മോസ്റ്റ് കോമൺ നോൺ ട്യൂബർക്കുലസ് മൈക്കോബാക്ടീരിയൽ ഇൻഫെക്ഷൻ അസോസിയേറ്റഡ് വിത്ത് എയ്ഡ്സ്. എയ്ഡ്സ് പേഷ്യൻസിൽ വരുന്ന ഒരു ഡിസീസ് ആണ് മൈക്കോബാക്ടീരിയം ഏവിയം ഇൻട്രാസെല്ലുലർ എന്ന് പറയുന്നത്. സിംറ്റംസ് ഇൻക്ലൂഡ് ഫീവർ, swollen lymph nodes, diarrhea, fatigue, weight loss and shortness of breath. അപ്പോൾ ഇതിന്റെ സിംറ്റംസിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഫീവർ, swollen ആയിട്ടുള്ള lymph nodes, diarrhea, fatigue, weight loss and shortness of breath. ഞാൻ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, ബിക്കോസ് യു ഓൾറെഡി നോ ദ ടേംസ് ആൻഡ് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഈസ് കം അണ്ടർ these conditions. May develop into pulmonary MAC. അപ്പോൾ ഇത് എന്ത് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പൾമണറി ഡിസീസ് ആണ്. ട്യൂബർക്ലോസിസിൽ വരുന്ന അതേ എഫക്റ്റിലുള്ള പൾമണറി ഡിസീസ് ആണ് ഇതിനകത്ത് വരുന്നത്. സോ ഇറ്റ്സ് റിസംബിൾ ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. സ്കിൻ ലീഷൻസ് ആർ അൺകോമൺ ആൻഡ് നോൺ സ്പെസിഫിക്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൈക്കോബാക്ടീരിയം ഏവിയം ഇൻട്രാസെല്ലുലർ ഇൻഫെക്ഷൻ, ദ സ്കിൻ ലീഷൻസ് ആർ അൺകോമൺ ആൻഡ് നോൺ സ്പെസിഫിക് ആയിരിക്കും. ഓക്കെ, then next one is Mycobacterium kansasi. It may cause a chronic infection of the lungs similar to pulmonary TB. So ഈ പോയിന്റ് നമുക്ക് എല്ലാത്തിനകത്തും എഴുതാം, ബിക്കോസ് എല്ലാ ഇൻഫെക്ഷനും എന്ത് കോസ് ചെയ്യും? പൾമണറി ഡിസീസ് ദാറ്റ് റിസംബിൾ ദ ട്യൂബർകുലോസിസ്. സെക്കൻഡ് മോസ്റ്റ് കോമൺ നോൺ ട്യൂബർകുലസ് മൈക്കോബാക്ടീരിയൽ ഇൻഫെക്ഷൻ അസോസിയേറ്റഡ് വിത്ത് എയ്ഡ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മൈക്കോബാക്ടീരിയം ഏവിയം ഇൻട്രാസെല്ലുലർ, ദാറ്റ്സ് ഫസ്റ്റ് തിങ് അല്ലെ. മൈക്കോബാക്ടീരിയം ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോൺ ട്യൂബർകുലോസിസ് മൈക്കോബാക്ടീരിയ, നോൺ ട്യൂബർക്കുലസ് മൈക്കോബാക്ടീരിയൽ ഇൻഫെക്ഷൻ അസോസിയേറ്റഡ് വിത്ത് എയ്ഡ്സ് എന്ന് പറഞ്ഞു. പിന്നെ കാണുന്നതാണ് സെക്കൻഡ് മോസ്റ്റ് കോമൺ നോൺ ട്യൂബർക്കുലസ് മൈക്കോബാക്ടീരിയൽ ഇൻഫെക്ഷൻ അസോസിയേറ്റഡ് വിത്ത് എയ്ഡ്സ് എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം കൻസാസി. സിംറ്റംസ് ഇൻക്ലൂഡ് ഫീവർ, swollen lymph nodes and lung crackles and wheezing. അപ്പം ഏകദേശം സിംറ്റംസ് എല്ലാത്തിനകത്തും പറയുന്നത് സിമിലർ തന്നെയാണ്. ഒന്ന് രണ്ടെണ്ണം മാത്രം മാറ്റം വരാം. ലങ് ക്രാക്കിൾസ് ആൻഡ് വീസിങ് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്, ബിക്കോസ് ലങ്സിനെ അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. എല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാൽ ഇത് കുറച്ചും കൂടെ സിവിയർ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ലീഡ്സ് ടു lung crackles and wheezing effect. Okay, then skin lesions may occur either alone or as part of more widespread disease. ഇവിടെ അൺകോമൺ ആണെന്നോ അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ആണെന്നോ ഒന്നും പറയുന്നില്ല. സ്കിൻ ലീഷൻസ് മേ occur, ഉണ്ടാവാം. എയ്തർ അലോൺ, ഒറ്റയ്ക്കോ, അല്ലെങ്കിൽ ആസ് പാർട്ട് ഓഫ് മോർ വൈഡ് സ്പ്രെഡ് ഡിസീസ്, കുറച്ചും കൂടെ സിവിയർ ആയിട്ട് വരുന്ന കണ്ടീഷനിലോ എന്ത് വരാം? സ്കിൻ ലീഷൻസ് വരാം. Then Mycobacterium marinum. From the word itself we can conclude എന്താണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളത്. ഓൾസോ നോൺ ആസ് ഫിഷ് ടാങ്ക് ഗ്രാനുലോമ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഗ്രാനുലോമ, ഈ രണ്ട് പേരുകളിലും ഇത് അറിയപ്പെടാറുണ്ട്. ഫിഷ് ടാങ്ക് ഗ്രാനുലോമ ദറ്റ് ഈസ് റിലേറ്റഡ് ടു വാട്ടർ അല്ലെ. വാട്ടറിൽ അല്ലെങ്കിൽ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒക്കുപേഷനുള്ള ആൾക്കാരിലായിരിക്കും ഇത് കൂടുതലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പറയാം അൺകോമൺ ഇൻഫെക്ഷൻ ആണ്. That occurs most often in people with recreational or occupational exposure to contaminated fresh water or salt water. അപ്പോൾ ഫ്രഷ് വാട്ടർ ആണെങ്കിലും ശരി, സോൾട്ട് വാട്ടർ ആണെങ്കിലും ശരി, ചില ഒക്കുപേഷൻ്റെ കാരണങ്ങൾ കൊണ്ട്, അപ്പോൾ കടലിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മീൻപിടുത്തക്കാർ, അതുപോലെ തന്നെ നമുക്കറിയാം എവിടെയെങ്കിലും വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പാർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ എന്താണ് നല്ല കൺട്രീസോ നല്ല പ്ലേസോ ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ എവിടെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി കുളിക്കാറുണ്ട് അല്ലേ. നല്ല വെള്ളമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എപ്പോഴും ഇറങ്ങി കുളിച്ചെന്ന് ചോദിച്ചാൽ മതി. സോ ബി അവെയർ അബൌട്ട് ദിസ് മൈക്കോബാക്ടീരിയം മറൈനം എന്ന് പറയുന്ന ഒരു സ്പീഷീസ് അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഓർക്കുക. അതുകൊണ്ട് സൂക്ഷിക്കുക. യൂഷ്വലി എ സിംഗിൾ ലംപ് ഓർ പസ്റ്റൂൾ ദാറ്റ് ബ്രേക്സ് ഡൗൺ ടു ഫോം എ ക്രസ്റ്റി സോ ഓർ അബ്സസ്.
അപ്പോൾ ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുന്ന സിംറ്റം എന്താണ്? യൂഷ്വലി എ സിംഗിൾ ലംപ് ഓർ പസ്റ്റൂൾ, ഒരു സിംഗിൾ പസ്റ്റൂൾ ഫോം ചെയ്യാം. ദാറ്റ് ബ്രേക്സ് ഡൗൺ ടു ഫോം എ ക്രസ്റ്റി സോർ ഓർ അബ്സസ് ആയിട്ട് മാറാം എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫൻ അഫക്ട്സ് എൽബോ, നീസ്, ടോപ്പ് ഓഫ് ഫീറ്റ്, നക്കിൾസ് ഓഫ് ഫിംഗേഴ്സ്. അപ്പോൾ എവിടെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത് കണ്ടല്ലോ, ഏകദേശം എക്സ്ട്രീമിറ്റീസിൽ തന്നെയാണ് അല്ലേ. മൾട്ടിപ്പിൾ ലീഷൻസ് ആൻഡ് വൈഡ് സ്പ്രെഡ് ഡിസീസ് മേ occur in immunocompromised patients, rarely causes red, swollen and tender joints. അപ്പോൾ ഇത് മെയിൻ ആയിട്ട് വരുന്നത്, അപ്പോൾ ഏത് ഡിസീസ് എടുത്ത് നോക്കിയാലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിലാണ് കൂടുതലും ഏത് വരുന്നത്, ഏതൊരു ഡിസീസും വരുന്നത്. സോ ലൈക്ക് വൈസ് മൈക്കോബാക്ടീരിയം മറൈനം വരുന്നതും ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ്. എപ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ലോ ആവുന്നത് അപ്പോഴായിരിക്കും ഇത് അഫക്ട് ചെയ്യാം. And rarely causes red, swollen and tender joints. It may leads to red, swollen and tender joints. Okay, then that's about the Mycobacterium marinum. The next one is Mycobacterium ulcerans, also known as Buruli ulcer, Kumusi, then Barensdale ulcer. അപ്പോൾ ഈ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ അത് ഒന്ന് പഠിച്ചു വെക്കുക. ബുറുളി അൾസർ അല്ലെങ്കിൽ കുമൂസി എന്ന് പറയുന്ന പേരെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കണം. Infection most common in Central and West Africa around areas of lush vegetation and swamps, but may also occur in Australia. അപ്പോൾ ഇങ്ങനെയുള്ള കൺട്രീസിൽ സെൻട്രൽ ആൻഡ് വെസ്റ്റ് ആഫ്രിക്ക, ഓസ്ട്രേലിയയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും അൾസറൻസ് കാണുന്നത്. സോ എങ്ങനെയുള്ള ഏരിയയിലാണ്? ലഷ് വെജിറ്റേഷൻ ആൻഡ് സ്വാംപ്സ് ഫൗണ്ട് ഇൻ ഫിഷ്, ആംബീബിയൻസ് ആൻഡ് ദ വാട്ടർ. അപ്പോൾ വാട്ടറിൽ അല്ലെങ്കിൽ ആംബീബിയൻസിലും ഫിഷിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. നമുക്കറിയാം ഈ സ്വാംസിലൊക്കെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ദെൻ ലഷ് ആയിട്ടുള്ള വെജിറ്റേഷൻസിലൊക്കെ കാണുന്നുണ്ട്. Then solitary, painless and sometimes itchy nodules of 1 to 2 cm develops about 7 to 14 days after infection through broken skin. അപ്പോൾ ഒരു ഫസ്റ്റ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉള്ളിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ദ പോർട്ടൽ ഓഫ് എൻട്രി. നമുക്കറിയാം പോർട്ടൽ ഓഫ് എൻട്രിയും പോർട്ടൽ ഓഫ് എക്സിറ്റും നമ്മൾ പഠിച്ചതാണ്. മൈക്രോ ഓർഗാനിസം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന ആ ഒരു പോയിന്റ്, ഇറ്റ് മേ ബി ത്രൂ ദ വൂണ്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ അല്ലെ, സ്കിന്നിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാകുമ്പോഴാണ് അത് പോർട്ടൽ ഓഫ് എൻട്രി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ മൈക്രോ ഓർഗാനിസം അതുവഴി എന്ത് ചെയ്യും? ഇൻവേർഡ് ചെയ്യും. ഇൻവേർഡ് ചെയ്ത് 7 മുതൽ 14 ദിവസം 7 to 14 ഡേയ്സ് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി യു ക്യാൻ സീ എ നൊഡ്യൂൾ ഓഫ് 1 to 2 സെന്റിമീറ്റർ. ഇറ്റ് ഈസ് പെയിൻലെസ്. ആൻഡ് ഇച്ചി നൊഡ്യൂൾ ആണെന്ന് പറയുന്നത്. സംടൈംസ് ഇച്ചി നൊഡ്യൂൾ ആണ്. ആൻഡ് 1 to 2 സെന്റിമീറ്റർ ആണ് അതിൻ്റെ സൈസ്. ആൻഡ് എപ്പോഴാണ് വരുന്നത്? ഞാൻ പറഞ്ഞു 7 to 14 ഡേയ്സ് ആഫ്റ്റർ ഇൻഫെക്ഷൻ. ഓക്കെ, then over 1 to 2 months the nodule may break down to form a shallow ulcer that spreads rapidly and may involve up to 15% of the patient's skin surface. അപ്പോൾ ഇത് 1 to 2 months കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ ഒരു നൊഡ്യൂൾ, ഇച്ചി നൊഡ്യൂൾ എന്തായിട്ട് മാറും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യും ടു ഫോം എ ഷാലോ അൾസർ. ഷാലോ അൾസർ ആയിട്ട് കുറച്ച് ഡെപ്തിലേക്ക് പോകുന്ന അൾസർ ആയിട്ട് മാറും, മുറിവായിട്ട് മാറും. ആൻഡ് ദാറ്റ് സ്പ്രെഡ് റാപ്പിഡ്ലി to 15% of the patient's skin surface. എത്ര വരെ പോകാം? 15% of the patient's skin surface can be affected with a shallow ulcer. Okay, ഇത് ഷാലോ അൾസർ എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? നൊഡ്യൂളിൽ നിന്ന്. ഏത് നൊഡ്യൂളിൽ നിന്ന്? നമ്മളിവിടെ പറഞ്ഞു പെയിൻലെസ് ആയിട്ടുള്ള ഇച്ചി നൊഡ്യൂൾ 1 to 2 സെന്റിമീറ്റർ നൊഡ്യൂൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഷാലോ അൾസർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ക്യാൻ സ്പ്രെഡ് അപ് ടു 15% of the patient's skin surface. Ulceration and necrosis are due to a toxin മൈക്കോലാക്ടോൺ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെച്ചോണം. മൈക്കോലാക്ടോൺ മൈക്കോബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിന്റെ പേര് മൈക്കോലാക്ടോൺ. അതാണ് ഏതിന് കാരണമാകുന്നത്? ഈ അൾസറേഷനും അല്ലെങ്കിൽ നെക്രോസിസ്, അഴുകിപ്പോകുന്ന സ്കിൻ അഴുകിപ്പോകുന്ന കണ്ടീഷനൊക്കെ കാരണമാകുന്നത് ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് മൈക്കോലാക്ടോൺ. Severe infection may destroy blood vessels, nerves and inward bonds. So in the case of severe infection with Mycobacterium ulcerans, it can affect or destroy blood vessels, nerves and invert the bond. Okay, then Mycobacterium chelone. So it's worldwide distribution ഉള്ള ഒരു സ്പീഷീസ് ആണ്, ഫൗണ്ട് ഇൻ ടാപ്പ് വാട്ടർ ആൻഡ് അതർ വാട്ടർ സോഴ്സസ്. അപ്പോൾ എവിടെയൊക്കെ കാണുന്നു? ടാപ്പ് വാട്ടറിലും വാട്ടർ സോഴ്സസിലൊക്കെ കാണുന്ന വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു ഗ്രൂപ്പാണ് കെലോണ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാൻ ഫോളോ ടാറ്റൂസ്, ട്രോമ ഓർ സർജറി. അപ്പോൾ എപ്പോഴൊക്കെയാണ് ടാറ്റൂസ് ഒക്കെ ചെയ്യുന്നവർ സൂക്ഷിക്കാം. അതുപോലെ തന്നെ ട്രോമ കേസ് ആൻഡ് സർജറി കേസ് ഒക്കെ കഴിയുമ്പോൾ there's a chance for the infection of chelone. Mainly affect middle-aged individuals with some degree of immune suppression. ഇവിടെ സെയിം കണ്ടീഷൻ തന്നെയാണ് പറയുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് അത് കൂടുതലും വരിക. May cause
fever, lung disease, joint infection, eye disease, and other organ infection may result in non-healing wound, subcutaneous nodule, cellulitis or abscess. അപ്പോൾ ഈ കെലോണ ഭയങ്കര സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ് ഫോം ചെയ്യുന്നത്. നോൺ ഹീലിംഗ് വൂണ്ട് ഫോം ചെയ്യും, അതായത് ഒരിക്കലും അത് ഉണങ്ങില്ല. സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ് ഫോം ചെയ്യും. സെല്ലുലൈറ്റിസ് ഓർ അബ്സസ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി. സെല്ലുലൈറ്റിസ് അറിയാലോ, സോ ലൈക്ക് ഇൻ ഗ്യാസ് ഗാംഗ്രീൻ. ഓക്കെ, ഗ്യാസ് ഗാംഗ്രീൻ ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന അതേ ടൈപ്പ് ഓഫ് സെല്ലുലൈറ്റിസ് തന്നെയാണ് ഇവിടെയും ഫോം ചെയ്യുന്നത്. Immunosuppression may cause disseminated lesions throughout the body. ഈ ഇമ്മ്യൂണോസപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം? ഏതൊരു ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ്റെ കാര്യം പറയുമ്പോഴും നമുക്ക് പറയാവുന്നതാണ് ഇമ്മ്യൂണോ സപ്രഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ്. കാരണം ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ? ഇൻഫെക്ഷൻ വരത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മൈക്കോബാക്ടീരിയം അബ്സസസ്, സബ് സ്പീഷീസ് ഓഫ് മൈക്കോബാക്ടീരിയം കിലോണെ. നമ്മൾ പഠിച്ചതാണ് മൈക്കോബാക്ടീരിയം കിലോണെ, അതിൻ്റെ സബ് സ്പീഷീസ് ആണ്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇത് ഫൗണ്ട് ഇൻ വാട്ടർ, സോയിൽ, ഡസ്റ്റ് ആൻഡ് ആനിമൽസ്, ഇവിടെയൊക്കെ കാണാൻ പറ്റും. റെയർലി കോസസ് ഇൽനസ് ഇൻ ഹ്യൂമൻസ് ബട്ട് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ്. ഇത് റെയർ ആയിട്ട് ഹ്യൂമൻസിനെ അഫക്റ്റ് ചെയ്യാറുള്ളൂ, ബട്ട് അഫക്റ്റ് ചെയ്താൽ തന്നെ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ്. Can cause skin infection after puncture wounds, tattoo, skin trauma or surgery. May cause lung infection and disseminated infection in immunosuppressed people. May cause lung infection and disseminated infection in immunosuppressed people. Okay, so that's about the abscess. The last one is Mycobacterium fortidum. Worldwide distribution തന്നെയാണ്, found in natural and processed water sources, sewage and dirt. എവിടെയൊക്കെയാണ് കാണുന്നത്? പ്രോസസ്ഡ് ആയിട്ടുള്ള വാട്ടർ സോഴ്സസ്, സീവേജ്, ഡേർട്ട്, അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഏത് കാണാം? മൈക്കോബാക്ടീരിയം ഫോർട്ടിഡം കാണാം. ലോക്കൽ ക്യൂട്ടേനിയസ് ഡിസീസ്, ഓസ്റ്റിയോമൈലിറ്റിസ്, ജോയിന്റ് ഇൻഫെക്ഷൻ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇത് കോസ് ചെയ്യുന്നത്. Often affects healthy young patients. Severe immunosuppression, especially AIDS, may cause disseminated skin and soft tissue lesions. ഇതൊക്കെ കഴിഞ്ഞ ബാക്ടീരിയൽ അല്ലെങ്കിൽ മൈക്രോബാക്ടീരിയൽ സ്പീഷീസിനകത്ത് പറഞ്ഞ കണ്ടീഷൻസ് തന്നെയാണ്. ഇത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, എല്ലാത്തിനകത്തും യൂസ് ചെയ്യാം. Often the cause of wound and surgical site infection from contaminated water sources causes a non-healing ulcerative skin lesion or subcutaneous nodule. സോ ഇവിടെയും അത് പറയുന്നുണ്ട്, എന്താണ്? നോൺ ഹീലിംഗ് ആയിട്ടുള്ള അൾസറേറ്റീവ് സ്കിൻ ലീഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് നൊഡ്യൂൾസ് ഫോം ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ മൈക്കോബാക്ടീരിയം സ്പീഷീസ്, ദാറ്റ് ഈസ് എറ്റിപിക്കൽ മൈക്കോബാക്ടീരിയം ഗ്രൂപ്പ്. Then diagnosis. Diagnosis of opportunistic mycobacteria is made by repeated isolation and identification of the pathogen with compatible clinical and radiological features. But diagnosis എപ്പോഴും ഇതിൻ്റെ കാര്യത്തിലൊക്കെ ട്രീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാനും ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐസൊലേഷൻ വേണ്ടി വരും ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് വിത്ത് കോമ്പാറ്റബിൾ ക്ലിനിക്കൽ ആൻഡ് റേഡിയോളജിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ സ്കാനിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ടും റേഡിയോളജിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. വിവിധ സിമിലർ ടു മൈക്കോബാക്ടീരിയം tuberculosis, most non-tuberculous mycobacteria can be detected microscopically and grow on Löwenstein Jensen medium. So Löwenstein Jensen medium എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് മീഡിയമാണ്, എൻറിച്ച്ഡ് മീഡിയമാണ്. സോ ഫോർ കൾച്ചറിങ് ദ മൈക്കോബാക്ടീരിയൽ ഗ്രൂപ്പ്. അപ്പോൾ നോൺ ട്യൂബർക്കുലസ് മൈക്കോബാക്ടീരിയവും നമുക്ക് എന്ത് ചെയ്യാം? ആ ലോൺസ്റ്റീൻ ജെൻസൺ മീഡിയത്തിനകത്ത് തന്നെ എന്ത് ചെയ്യാം? വളർത്തിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും. Okay. Many reference centers now use a nucleic acid based method such as sequence differences detection in the gene coding for 16S ribosomal RNA to identify the species. So 16S ribosomal RNA എന്ന് പറയുന്നത് നമുക്ക് ഈ റൈബോസോമിനകത്ത് രണ്ട് പാർട്സ് ഉണ്ട്, 2 പാർട്സ് ഉണ്ട് നമുക്കറിയാം, ലോവർ ഹാഫും ആൻഡ് അപ്പർ ബിഗർ ഹാഫും. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫൈലോജനറ്റിക് അനാലിസിസ്. ഇപ്പോൾ അത് ഏതാണ് അതിൻ്റെ ക്യാരക്ടർ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോഡിംഗ് ആണ്. ദാറ്റ് ഈസ് ജീൻ കോഡിംഗ് ഫോർ 16S റൈബോസോമിലാണ് നമ്മൾ RNA ആണ് നമ്മൾ എടുക്കുന്നത്. സീക്വൻസിൽ വരുന്ന വ്യത്യാസം, ഓക്കെ, നമുക്ക് അത് മനസ്സിലാക്കിയിട്ട് അറിയാൻ പറ്റും ആ ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ ഏതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Then other diagnostic tool used include radiographic imaging studies and more recently polymerase chain reaction testing on swabs of ulcers or tissue biopsies. അപ്പോൾ നമ്മൾ PCR യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ റേഡിയോഗ്രാഫിക് ഇമേജിംഗ് സ്റ്റഡീസ് യൂസ് ചെയ്യാറുണ്ട്. PCR നമ്മൾ വേറെ ഒരിടത്ത് യൂസ് ചെയ്യുന്നുണ്ട്, കൺഫർമേഷൻ ടെസ്റ്റ് ഫോർ AIDS അല്ലേ. എലൈസ കഴിഞ്ഞാൽ, എലൈസ എന്ന് പറയുമ്പോൾ പ്രൈമറി ടെസ്റ്റ് ആണ്, അത് കഴിഞ്ഞിട്ട് കൺഫർമേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്, PCR യൂസ് ചെയ്തിട്ട് കൺഫർമേഷൻ ചെയ്യും. സോ ലൈക്ക് വൈസ് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, നോൺ ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ കണ്ടുപിടിക്കാൻ നമുക്ക്
യൂസ് ചെയ്യാം. ട്രീറ്റ്മെന്റ് ഓഫ് atypical mycobacterial infections depends upon the infecting organism and the severity of the infection. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെന്റ്. ഇൻഫെക്റ്റിംഗ് ഓർഗാനിസം ഏത് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഏത് സ്പീഷീസ് ആണെന്ന് ബേസ് ചെയ്തിട്ട്, ആൻഡ് ദ സിവിയറിറ്റി ഓഫ് ദ ഇൻഫെക്ഷൻ. ഓക്കെ, അത് അടുത്ത കേസാണ് അല്ലെ, രണ്ടാമത്തെ കേസാണ് സിവിയറിറ്റി. അപ്പോൾ എത്രമാത്രം ലോഡ്, മൈക്രോബിയൽ ലോഡ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടുമാണ് ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുക. മോസ്റ്റ് cases a course of antibiotics is necessary. ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ we can use the antibiotics. ഏതൊക്കെയാണ്? These include rifampicin, ethambutol, isoniazid, minocycline, ciprofloxacin, clarithromycin, azithromycin and cotrimoxazole. അപ്പോൾ ഇതിൽ ഒരു 5 ആന്റിബയോട്ടിക്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫാംപിസിൻ പഠിക്കുക, ഐസോനിയാസിഡ്, then ciprofloxacin, clarithromycin and azithromycin. ഇത്രയും പഠിച്ചു വയ്ക്കുക. ബാക്കി എഴുതാൻ പറ്റുന്നവർ എഴുതണം, ഇല്ലെങ്കിൽ ഈ 5 ആന്റിബയോട്ടിക് എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, യൂഷ്വലി ട്രീറ്റ്മെന്റ് കൺസിസ്റ്റ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ്, മൾട്ടിപ്പിൾ ഡ്രഗ് തെറാപ്പി എന്ന് പറയാം. മീൻസ് മോണോതെറാപ്പി നമ്മൾ ചെയ്യാറുണ്ട്, ഒരു ആന്റിബയോട്ടിക് കൊടുക്കാറുണ്ട്. പക്ഷേ മെയിൻ ആയിട്ട് മൈക്രോബാക്ടീരിയൽ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഡ്രഗ് ആണ്, മൾട്ടി ഡ്രഗ് എന്നൊക്കെ പറയാം. ഒന്നിൽ കൂടുതൽ ഡ്രഗ്സ് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും ഫോർ ദ ട്രീറ്റ്മെന്റ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ട്രീറ്റ്മെന്റ്. സർജിക്കൽ റിമൂവൽ ഓഫ് ഇൻഫെക്റ്റഡ് ലിംഫ് നോഡ്സ്. നമ്മൾ നേരത്തെ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ് ലിംഫ് നോഡ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളതിനെ സർജിക്കലായിട്ട് റിമൂവ് ചെയ്യുക, ആ ലിംഫ് നോഡ്സിനെ സർജിക്കലായിട്ട് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ അഗ്രസീവ് ഡിബ്രൈഡ്മെന്റ് ഓഫ് ഇൻഫെക്റ്റഡ് സ്കിൻ. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്കിന്നിനെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആംപ്യൂട്ടേഷൻ പോലെ കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറയുന്ന ഓപ്ഷനേ അവിടെ ഉള്ളൂ. ഇൻ സിവിയർ കേസസ് സ്കിൻ ഗ്രാഫ്റ്റ്സ് മേ ബി നെസസറി ടു റിപ്പയർ ദ സർജിക്കൽ വൂൺസ്. അപ്പോൾ എന്താണ്, ഷാലോ ആയിട്ടുള്ള അൾസേഴ്സ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഷാലോ ആയിട്ടുള്ള വൂണ്ട് ആയിട്ട് മാറും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ആ സമയത്ത് ആ ഒരു സ്കാർ മാറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സ്കിൻ ക്രാഫ്റ്റ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഇൻ ദ കേസ് ഓഫ് പ്ലാസ്റ്റിക് സർജറി. Some infection will heal spontaneously, leaving a scar which is often very unsightly. അപ്പോൾ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് സ്പോണ്ടേനിയസ് ആയിട്ട് അത് ഹീൽ ആയിക്കോളും, ബട്ട് ലിവിങ് എ സ്കാർ, അവിടെ ഒരു പാട് അത് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. സോ ദാറ്റ്സ് കേസസ് വി ക്യാൻ യൂസ് ദ സ്കിൻ ഗ്രാഫ്റ്റ്സ് ഫോർ റിപ്പയറിംഗ് ദ സർജിക്കൽ വൂണ്ട്, അല്ലെങ്കിൽ ടു റിമൂവ് ദ സ്കാർ. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ സെഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നും കൂടെ ഇത് കേൾക്കുക, 1-2 പ്രാവശ്യം ഇത് കേൾക്കുക, എന്നാൽ മാത്രമേ കുറച്ചും കൂടെ ഡെപ്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. കാരണം ഇതെല്ലാം ന്യൂ ആണ്. നിങ്ങൾക്ക് ട്യൂബർകുലോസിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ATYPICAL MYCOBACTERIAL സ്പീഷീസ് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അറിയാം, പേര് തന്നെ പഠിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. സോ അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് കേൾക്കുക, ഉച്ചത്തിൽ വായിച്ച് പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പേരൊക്കെ ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ് പഠിക്കുക. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.